പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കുമ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള സമൂഹത്തിലെ അനീതികളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. അതിൽ തുടർന്ന് നമ്മളിങ്ങനെ നമുക്ക് ചിന്തിക്കാം. തൊഴിലുള്ള ആത്മാർത്ഥത കുറവ്. തൊഴിലെടുക്കുന്ന തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും പല മേഖലകളിലും തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുന്നത് വളരെ കുറവാണ്. തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുവാൻ തൊഴിലാളിക്ക് ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും തൊഴിലാളി ആത്മാർത്ഥതയില്ലാതെ കൊണ്ടുള്ള ജോലി ചെയ്യുന്നത് നമുക്ക് സമൂഹത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പാവപ്പെട്ടവൻ ഒരു അപേക്ഷ ഒരു ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അപേക്ഷ സ്വീകരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഫയലുകൾ വെച്ച് താമസിപ്പിക്കും. സമയത്തിന് അവൻ്റെ കാര്യങ്ങൾ ഒന്നും നടത്തി കൊടുക്കത്തില്ല. ഞാനൊരു ഓഫീസിലെ ഒരു ജീവനക്കാരനാണ്, ഉദ്യോഗസ്ഥനാണ് എങ്കിൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റി അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ബഹുമാനിക്കുവാൻ കടപ്പെട്ട വ്യക്തിയാണ്. അപേക്ഷകൾ വെച്ച് താമസിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് ഫയലുകളൊന്നും നീക്കാതെ കൊണ്ട് മാനസികമായി മറ്റുള്ളവരെ തളർത്തിയ ഒരു വ്യക്തിയാണോ ഞാനെന്ന് ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് പ്രവൃത്തി സമയം മുഴുവനും ഡ്യൂട്ടിയിൽ ഉണ്ടാകാതിരിക്കുക. ഇന്ന് അനേകം ഓഫീസുകളിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന വ്യക്തികൾ പോലും ഓഫീസിലേക്ക് വരുന്നത് അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും സമയത്തായിരിക്കും. അതുപോലെ തന്നെ ഓഫീസിൽ വന്നു വേറെ ചിലർ കൃത്യസമയത്ത് പഞ്ച് ചെയ്യേണ്ടവരാണെങ്കിൽ പഞ്ച് ചെയ്ത് കയറിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം അവരിറങ്ങിപ്പോകും. ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയാൽ പിന്നെ വരുന്നത് ഏതെങ്കിലും സമയത്തായിരിക്കും. ഈ പറയപ്പെട്ട ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടി ദൂരെ നിന്ന് വരുന്ന പ്രായം ചെന്നവരും മധ്യവയസ്കരും അങ്ങനെ പല മേഖലയിലുള്ള വ്യക്തികൾ നിന്ന് മടക്കും. അവരുടെ മനസ്സ് ശപിച്ച് ഹൃദയം വേദനിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. പുള്ളിക്ക് മാസാമാസമുള്ള കൃത്യ ശമ്പളം വാങ്ങിച്ചാൽ മതി. പ്രിയ സഹോദരങ്ങളെ, ഇത് വലിയൊരു അനീതിയാണ്. പ്രവൃത്തി സമയം മുഴുവനും ഡ്യൂട്ടിയിൽ ഉണ്ടാകാതിരിക്കുക, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക, അത് വലിയൊരു തിന്മയാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലാളി ആയിക്കോട്ടെ, എല്ലാവരും തൊഴിലാളികളാണ്. ഇന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുന്നവരെല്ലാവരും തൊഴിലാളികളാണ്. പ്രതിഫലം മേടിക്കുന്നവരെല്ലാം കൂലികളാണ്, കൂലിപ്പണിക്കാരാണ്. എത്ര ഉന്നത ഉദ്യോഗസ്ഥനായിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, പ്രതിഫലം വാങ്ങുന്നുണ്ടോ? അവൻ ജനത്തിൻ്റെ കൂലിപ്പണിക്കാരാണ്. അതിൻ്റെ ഉടമസ്ഥൻ ജനമാണ്. ജനത്തിൻ്റെ ടാക്സാണ് ശമ്പളമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അത് കുറേയും കൂടി മെച്ചപ്പെട്ടങ്ങ് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നു. അത് കൂലിയാണ്. പ്രതിഫലം പറ്റുന്നവരെല്ലാം കൂലിക്കാരാണ്. അപ്പോൾ ആ കൂലി പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം അതാത് ദിവസം ചെയ്തു തീർക്കേണ്ട ജോലികൾ, സാധാരണ കൂലിപ്പണിക്കാരനായിക്കോട്ടെ, സ്റ്റാൻഡേർഡ് കൂടിയ കൂലിപ്പണിക്കാരനായിക്കോട്ടെ, രണ്ട് തരത്തിലുള്ള കൂലിപ്പണിക്കാരുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് കൂടിയ കൂലിപ്പണിക്കാർ. അവരൊക്കെയാണ് ഓഫീസിൽ ഫാനിൻ്റെ ചുവട്ടിലും എ സിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ. മറ്റേ സ്റ്റാൻഡേർഡ് കുറഞ്ഞ് എന്ന് പറയുന്നവരാണ് ഈ കൂലിപ്പണിക്കൊക്കെ പോകുന്ന കുടിയിടകളിലും പറമ്പുകളിലും ഒക്കെ
കൂലിപ്പണിക്ക് പോകുന്ന കൂലിപ്പണിക്കാർ, അങ്ങനെ 2 തരത്തിലുള്ള കൂലിപ്പണിക്കാരാണുള്ളത്. 2 തരത്തിലുള്ള കള്ളന്മാരുമുണ്ട്, മോഷ്ടാക്കളുണ്ട്. ഒന്ന് പിടിക്കപ്പെട്ട മോഷ്ടാക്കളും 2 പിടിക്കപ്പെടാത്ത മോഷ്ടാക്കളും. പകൽ കൊള്ള ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കൊള്ളക്കാരായിട്ടുള്ള വ്യക്തികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രിയ സഹോദരങ്ങളെ, അത്തരത്തിലുള്ളൊരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ? അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പഠനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിൽ ലീവ് എടുക്കുക. വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട പഠനങ്ങളും വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ കൊണ്ട് ചില അധ്യാപകരൊക്കെ നേരത്തെ തന്നെ ലീവ് എടുത്ത് അവരവരുടെ വഴിക്ക് പോകും. അതുപോലെ തന്നെ പൊതുജനത്തിന് അസൗകര്യവും സാമ്പത്തിക നഷ്ടവും വരുത്തി വയ്ക്കാനിടയാകുന്ന തരത്തിൽ ഓഫീസുകളിൽ ലീവ് എടുക്കുക. പൊതുജനം വണ്ടിക്കൂലി മുടക്കി സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ആളില്ല, വീണ്ടും തിരിച്ചു പോരും, വീണ്ടും വണ്ടിക്കൂലി മുടക്കി പോകുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കരം നീട്ടാൻ സാധിക്കും? അതുകൊണ്ട് ദൈവമാണ് എനിക്ക് ജോലി തന്നതെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ, നിരീശ്വരവാദികളെക്കുറിച്ചോ യുക്തിവാദികളെക്കുറിച്ചോ അത് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ചിന്ത മറ്റൊന്നാണ്. പ്രിയ സഹോദരങ്ങളെ, തൊഴിൽ മേഖലകളിൽ, തൊഴിൽശാലകളിൽ, ഓഫീസുകളിൽ ഒക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ആത്മാർത്ഥത കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ മാപ്പ് ചോദിക്കുകയും കർത്താവിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹം സ്വന്തമാക്കുവാൻ, ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ തീരുമാനമെടുക്കുകയും നമുക്ക് ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, തൊഴിൽ മേഖലകളിൽ ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്യുകയും ശമ്പളം കൈപ്പറ്റുകയും ചെയ്യുന്ന അനേകം തൊഴിലാളികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ അനന്തമായ കരുണ അവരിലേക്ക് ചൊരിയണമേ. കർത്താവായ ഈശോയെ, അവർ ചെയ്യുന്ന തൊഴിലിൽ ആത്മാർത്ഥതയുണ്ടാകുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഓരോ തൊഴിലാളികൾക്കും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.